ബലിയിതു മോദാം. അന്നാ പെസഹ നാളിൻ ഓർമ്മയിലുണരാം. കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. അന്നാ പെസഹ നാളിൻ ഓർമ്മയിലുണരാം. കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി. സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സമൂഹബന്ധിയായ ദൈവത്തിൻ്റെ ഒരു മുഖം നാം കണ്ടെത്തുകയാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനും സീസറിനുള്ളത് സീസറിന് കൊടുക്കുവാനും ഈശോനാഥൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുവാൻ വേണ്ടി കൂടിയുള്ള ഒരു ക്ഷണമാണത്. ഈ ലോകത്തിൽ നിൻ്റേതാണെന്ന് നീ പറയുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവ്. എന്നാൽ അതോടൊപ്പം തന്നെ നീ ജീവിക്കുന്ന സമൂഹത്തിലുള്ള നിയമവ്യവസ്ഥകളെ നന്മയിലൂടെ നയിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, നിൻ്റെ സമൂഹത്തിലെ നേതാക്കന്മാർ, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർ, അവരോടൊക്കെ നന്മയോടെ പെരുമാറുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം. അവരെ തിരഞ്ഞെടുക്കുമ്പോൾ നിൻ്റെ മനസാക്ഷിക്ക് അനുയോജ്യമായ രീതിയിൽ നീ ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുമോ എന്നുള്ളൊരു ചിന്ത, ഇതാണ് സമൂഹത്തിനോട് നിനക്കുള്ള കടപ്പാട്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിനോട് നിനക്കുള്ള കടപ്പാട് നീ മറന്നു പോകരുത്. ദൈവത്തിനോട് നിനക്കുള്ള കടപ്പാടുകൾ മറന്ന് നീ മറ്റൊരു വഴിയിലൂടെ നടക്കുവാനും ജീവിക്കുവാനും പരിശ്രമിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇടപെടും. ഒരുപക്ഷെ നീ എടുക്കുന്ന നിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ പോലും ദൈവം മറ്റൊരു വഴിയിലൂടെ നിൻ്റെ കൂടെയുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചെന്ന് വരാം. അതിലൊരുപക്ഷെ നീ വേദന അനുഭവിക്കേണ്ടി വന്നേക്കാം. നീ പ്രതീക്ഷിക്കാത്ത ശരിയല്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആ തീരുമാനങ്ങൾ ദൈവം നന്മയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ വേദനകൾ വന്ന് ഭവിച്ചേക്കാം. ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിക്കും പഴയ നിയമത്തിലെ സൈറസ് രാജാവിൻ്റെ സംഭവം. അവനെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതല്ലാതായിരുന്നിട്ട് കൂടി ആ തീരുമാനങ്ങളുടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുന്നൊരു സംഭവം വിവരിക്കുകയാണെന്ന്. തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുവാനും ഈ സമൂഹത്തിന് കൊടുക്കേണ്ടത് സമൂഹത്തിന് കൊടുക്കുവാനും നിനക്ക് സാധിക്കണം. നിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൻ്റേത് മാത്രമായ ഒരു ജീവിതം നിനക്കില്ല. അങ്ങനെ ജീവിക്കുവാൻ നീ തുടങ്ങുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: നിൻ്റെ ഈ ചിന്ത പോലും ദൈവത്തിൻ്റെതാണ്. നിനക്കൊന്നുമില്ല, ഉള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. എങ്കിൽ പിന്നെ അത് നിനക്ക് തിരികെ കൊടുത്തുകൂടെ? ഈ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഈ ചിന്ത മനസ്സിലുണ്ടായിരിക്കട്ടെ. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് തിരികെ കൊടുക്കുവാനുള്ള നിൻ്റെ ജീവിതത്തെ ചേർത്തൊന്ന് വയ്ക്കാം. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ തമ്പുരാനെ തെറ്റിപ്പോയ നിമിഷങ്ങളെ പൊറുക്കണമേ എന്ന് അപേക്ഷിക്കാം. നീ എടുത്ത മോശമായ തെറ്റായ തീരുമാനങ്ങൾ നന്മയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദൈവം പരിശ്രമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അത് കൂടുതൽ സങ്കടകരമായ അവസ്ഥകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം, കൊടുക്കാം. തമ്പുരാനുള്ളത് തമ്പുരാനും നമ്മുടെ കൂടെയുള്ളവർക്ക് അവർക്ക് വേണ്ടിയുള്ളതും. കാരണം ഉള്ളതൊന്നും എൻ്റേതല്ല. ഒന്നുകിൽ ദൈവത്തിന് വേണ്ടിയുള്ളത്, അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ളത്. മാപ്പപേക്ഷിക്കാം. ദൈവത്തിനോടും കൂടെയുള്ളവരോടും മാപ്പപേക്ഷിച്ച്
പരിശുദ്ധമായ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ അനാഥന്മാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹാ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതുകൈ താൻ ഗ്രഹിച്ചിരുന്നുവോ, തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നറിയുന്നതിനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയേക്കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്നു വിറക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദോസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ച് ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങളെന്നെ പരീക്ഷിക്കുന്നുവെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാർ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ലോക മിഷൻ ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ
2020 സന്ദേശം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഒക്ടോബർ മാസം സഭലോകമെമ്പാടും അസാധാരണ മിഷണറി മാസമായി അതീവ ശുഷ്കാന്തിയോടെ ആചരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. സ്നാനപ്പെട്ട് അയക്കപ്പെട്ടവർ എന്ന പ്രമേയത്തെ മുൻനിർത്തി നടത്തിയ ഈ ആചരണം സമൂഹങ്ങളുടെ മിഷണറി മാനസാന്തരത്തിന് ഏറെ ഉണർവും ഉന്മേഷവും നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. COVID-19 എന്ന മഹാമാരി വരുത്തിയ ക്ലേശങ്ങളും വെല്ലുവിളികളും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഈ വർഷം സാർവത്രിക സഭ തൻ്റെ പ്രേക്ഷിത യാത്ര തുടരുന്നത് ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന യെശയ്യാ പ്രവാചകൻ്റെ തിരുവെഴുത്ത് പ്രകാരമാണ്. ഞാൻ ആരെ അയക്കും എന്ന കർത്താവിൻ്റെ ചോദ്യത്തിനുള്ള എക്കാലത്തെയും പ്രത്യുത്തരമാണിത്. ലോകത്തിൻ്റെ വർത്തമാനകാല പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ക്ഷണം സഭയ്ക്കും മനുഷ്യവർഗത്തിനൊട്ടാകെയും ഈ വെല്ലുവിളിയാണ്. സുവിശേഷത്തിലെ ശിഷ്യരെ പോലെ നമ്മളും അപ്രതീക്ഷിതവും ക്ഷോഭജനകവുമായ കൊടുങ്കാറ്റിൽപ്പെട്ട് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മളെല്ലാവരും ദുർബലരും മനമിടിഞ്ഞവരുമായി ഒരേ വഞ്ചിയിലാണെങ്കിലും പരിഗണനാർഹരും വേണ്ടപ്പെട്ടവരുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒത്തൊരുമയോടെ തുഴഞ്ഞ് പരസ്പരം ആശ്വസിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ ഉത്കണ്ഠാപൂർവം ഞങ്ങൾ നശിക്കുകയാണ് എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മളെല്ലാവരും ഈ വഞ്ചിയിലിരുന്നു കൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ചകിതരും മനമിടിഞ്ഞവരുമാണ്. വേദനയും മരണവും നമ്മുടെ നശ്വരമായ മാനുഷികതയെ വെളിപ്പെടുത്തുന്നു. അതേസമയം അത് ജീവന് വേണ്ടിയും തിന്മയിൽ നിന്ന് സ്വതന്ത്രരാകുന്നതിന് വേണ്ടിയുമുള്ള നമ്മുടെ ആഗ്രഹത്തെ ശക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മിഷനിലേക്കുള്ള വിളി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും പ്രതി നമുക്ക് പുറമേയുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും സേവനം ചെയ്യുവാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനുമുള്ള ഒരവസരമെന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്ന ഈ ദൗത്യം ഭയത്തിൽ നിന്നും അന്തർമുഖതയിൽ നിന്നും നമ്മെ മുൻപോട്ട് നയിച്ച് പരോപകാരികളായി ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നു. അതുവഴി നമ്മൾ സ്വയാവബോധമുള്ളവരായി മാറി ഒരു നവീകൃത ബോധ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മിഷൻ, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഈ യാഥാർത്ഥ്യം പ്രകടമാകുന്നത് യേശു തൻ്റെ രക്ഷാകര ദൗത്യം സാക്ഷാത്കരിച്ച കുരിശിലെ ബലിയിലാണ്. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചു. യേശു പിതാവിൻ്റെ മിഷണറിയാണ്. പിതാവിൻ്റെ ഇഷ്ടത്തോട് അവിടത്തേക്കുള്ള പൂർണ്ണമായ അനുസരണം അവിടുത്തെ ജീവിതവും ശുശ്രൂഷയും വഴി വെളിപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി ക്രൂശിതനായി ഉത്ഥാനം ചെയ്ത ക്രിസ്തു തൻ്റെ സ്നേഹദൗത്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. സഭയെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അവിടുന്ന് നമ്മെ തൻ്റെ ശിഷ്യരാക്കുന്നു. ലോകത്തിലേക്കും അതിൻ്റെ ജനതകളിലേക്കും നമ്മെ അയക്കുകയും ചെയ്യുന്നു. ദൈവമാണ് എപ്പോഴും നമ്മെ ആദ്യം സ്നേഹിക്കുന്നതും സ്നേഹം കൊണ്ട് നമ്മെ കണ്ടുമുട്ടുന്നതും വിളിക്കുന്നതും. നാം സഭയിൽ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണെന്നതിനാലാണ് നമുക്ക് വ്യക്തിപരമായ വിളി ലഭിക്കുന്നത്. സഭ അവിടുത്തെ കുടുംബമാണ്. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. എന്നിരുന്നാലും എല്ലാവർക്കും അവരവരുടെ മാനുഷിക മഹത്വമുണ്ട്. അത് ദൈവത്തിൻ്റെ ക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ ക്ഷണമാകട്ടെ നമ്മൾ ദൈവമക്കളായിരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതായത് മാമോദീസ എന്ന കൂദാശയിലും വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നാം തുടക്കം മുതലേ എന്തായിരുന്നുവോ അതായിത്തീരുവാൻ വേണ്ടിയാണ്. സ്നാനപ്പെട്ട് അയക്കപ്പെട്ടവർ സൗജന്യമായി ലഭിച്ച ഒരു സമ്മാനമെന്ന നിലയിൽ മനുഷ്യജീവനിൽ ആത്മദാനത്തിലേക്കുള്ള ഒരു ക്ഷണം അന്തർലീനമായിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരിൽ വിവാഹത്തിലും ദൈവരാജ്യത്തെ പ്രതിയുള്ള ഷണ്ഡത്വത്തിലും സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമായി വികസിക്കുന്ന വിത്താണിത്. മിഷൻ എന്നത് ദൈവവിളിയോടുള്ള സ്വതന്ത്രവും ബോധപൂർവവുമായ പ്രത്യുത്തരമാണ്. എന്നാലും സഭയിൽ സന്നിഹിതരായിരിക്കുന്ന യേശുവിനോട് വ്യക്തിപരമായ ബന്ധമുള്ളപ്പോൾ മാത്രമേ ഈ വിളി നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. നമുക്ക് നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കാം: നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവാൻ നമ്മൾ തയ്യാറാണോ? മിഷനിലേക്കുള്ള വിളി കേൾക്കുവാൻ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായാലും സമർപ്പിത വ്യക്തികളായാലും തിരുപ്പട്ടം സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായാലും ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മിഷനിലേക്കുള്ള വിളി കേൾക്കുവാൻ തയ്യാറാണോ? കാലികമായ മിഷൻ. ഈ മഹാമാരിയുടെ കാലത്ത് ദൈവം നമ്മോട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക എന്നത് സഭയുടെ മിഷനറി പ്രവർത്തനത്തിലേക്ക് ഒരു വെല്ലുവിളിയാണ്.
രോഗങ്ങളും സഹനങ്ങളും ഭയവും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമൊക്കെ നമുക്ക് വെല്ലുവിളി തന്നെയാണ്. ആരും പോലുമില്ലാതെ തനിച്ചു മരിക്കുവാൻ വിധിക്കപ്പെട്ടവർ, പരിത്യക്തർ, തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടവർ, ഭവനരഹിതർ, ഭക്ഷണമില്ലാത്തവർ എന്നിവരുടെ ദാരിദ്ര്യം നമുക്കൊരു കീറാമുട്ടിയാണ്. സാമൂഹിക അകലം പാലിക്കുവാനും ഒറ്റയ്ക്ക് താമസിക്കുവാനും നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ സാമൂഹിക ബന്ധങ്ങളും ദൈവവുമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ബന്ധവും വീണ്ടും കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന വിശ്വാസമില്ലായ്മയും നിസ്സംഗതയും ഒഴിവാക്കി മറ്റുള്ളവരോട് ബന്ധപ്പെടുവാനുള്ള നമ്മുടെ മാർഗത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുവാൻ പോലും ഈ അവസ്ഥ നമ്മെ നിർബന്ധിക്കണം. ലോകമിഷൻ ദിനാഘോഷം സഭയിലെ യേശുവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥന, ധ്യാനം, സാമ്പത്തിക സഹായം നൽകൽ എന്നീ മാർഗങ്ങളിലൂടെ സജീവമായി പങ്കുചേരുവാനുള്ള ഉറപ്പാർന്ന സംരംഭങ്ങൾ കൂടിയാണ്. പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ എൻ്റെ പേരിൽ നിർവഹിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തെ പിന്താങ്ങുവാനും എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി ലോകമാസകലമുള്ള ജനതകളുടെയും സഭകളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഒക്ടോബർ മാസം 3-ാം ഞായറാഴ്ചയിൽ ആരാധനാക്രമാനുഷ്ഠാന മധ്യേ ശേഖരിക്കുന്ന സംഭാവനകളിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന പരസ്നേഹം, സുവിശേഷവൽക്കരണത്തിൻ്റെ നക്ഷത്രവും പീഡിതരുടെ ആശ്വാസവും പുത്രനായ യേശുവിൻ്റെ മിഷണറി ശിഷ്യയുമായ പരിശുദ്ധ കന്യാസ്ത്രീ മറിയം നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥയാചന തുടരുകയും നമ്മെ താങ്ങി നിർത്തുകയും ചെയ്യട്ടെ. സെയിൻറ്റ് ജോൺ ലാറ്ററൈൻ ബസിലിക്കയിൽ നിന്ന് മെയ് 31, 2020 പെന്തക്കോസ്ത തിരുനാൾ ദിവസം ഫ്രാൻസിസ് പാപ്പ നമ്മുടെ അതിരൂപത മേലധ്യക്ഷൻ ജോസഫ് മെത്രാപ്പോലീത്തയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, സഹോദരങ്ങളോടൊപ്പമായിരിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, പുതിയ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, കൂടെയുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. എങ്കിലും സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള മിഷൻ കളക്ഷൻസ് നമ്മൾ എടുക്കുന്നതല്ല. കഴിഞ്ഞ വർഷം 67,89,876 രൂപയാണ് പൊന്റിഫിക്കൽ മിഷൻ സൊസൈറ്റിയിലേക്ക് അയച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചത്. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുകയാണ്. ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത. അതോടൊപ്പം തന്നെ അഭിവന്യ ഡാനിയൽ അച്ചാര്യപറമ്പിൽ പിതാവ് ദിവംഗതനായിട്ട് ഒക്ടോബർ 26-ാം തീയതി 11 വർഷം തികയുകയാണ്. പിതാവിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 26-ന് വൈകിട്ട് 5:30 സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ എറണാകുളത്ത് വെച്ച് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ദ്വീപിൽ അർപ്പിക്കുന്നു. തുടർന്ന് കബറിടത്തിൽ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പിതാവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പ് പിതാവ് നമ്മോട് അഭ്യർത്ഥിക്കുന്നു. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നു ചേർന്ന് ഈ ബലി നാം അർപ്പിക്കുമ്പോൾ പ്രത്യേകമായും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് മനസ്സിലോർക്കാം. ഒരു നിമിഷം കണ്ണുകൾ നിറച്ച് പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ നിയോഗങ്ങളെ ഓർക്കാം.
നമ്മുടെ തിരുപ്പതി അധ്യക്ഷൻ്റെ, വൈദികരുടെ, സന്യസ്തരുടെ, സഭയുടെ, സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സർവരെയും പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഈ സമൂഹത്തെ, ഇടവകയിലെ ഓരോ കുടുംബത്തെയും അവരുടെ പ്രത്യേകമായ അവസ്ഥകളെയും നമുക്ക് ഓർക്കാം. രോഗികളായിരിക്കുന്നവർ, വാർദ്ധക്യം മൂലം കഷ്ടപ്പെടുന്നവർ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ, ഏകാന്തതയിലായിരിക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും മനസ്സിലോർക്കാം. നമ്മുടെ യുവതീ-യുവാക്കളെ ഓർക്കാം. ജീവിതത്തെ നന്മയോടുകൂടി കാണുവാൻ, നന്മയോടെ മുൻപോട്ട് നീങ്ങുവാൻ ധൈര്യവും ശക്തിയും ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ശരിയല്ലാത്ത വഴികളിലൂടെ നീങ്ങുന്നവരുണ്ടെങ്കിൽ, നമുക്കറിയാവുന്നവർ പ്രത്യേകിച്ചുമുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി ഓർക്കാം. പുതിയ കോഴ്സുകൾക്ക് മറ്റുമായി ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നവർ, ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിന് റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ പ്രത്യേകമായ സർവരെയും നമുക്ക് ഓർക്കാം. രോഗികളായിരിക്കുന്ന മക്കളെ ഓർക്കാം. പ്രത്യേകമായും കോവിഡിൻ്റെ പ്രസരണം മൂലമുള്ള പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, അവരുടെ വീടുകളിലുള്ളവർ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ എല്ലാവരെയും ഓർക്കാം. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നവരെ ഓർക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഓർക്കാം. കുടുംബത്തിലെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഓർക്കാം. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ നിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിനും പരസ്പരമുള്ള ഞങ്ങളുടെ ഐക്യത്തിനും സ്നേഹത്തിനും പങ്കുവയ്പ്പിനും ഉപകരിക്കുമെങ്കിൽ ഇവയെല്ലാം ഞങ്ങൾക്ക് നീ സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാദാം നിന്ദാനമാണീ ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. നന്ദി തൻ ബലിയായി എന്നോടെ ഹൃദയമേകീടാം. തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാം. നന്ദി തൻ ബലിയായി എന്നോട് ഹൃദയമേകീടാം. തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാം. ജീവദായകമാം ബലിയിൽ പങ്കുചേർന്നിടുകിൽ നിന്റെ സ്നേഹമെന്നുടെ ജീവിതത്തിൽ പങ്കുവച്ചിടാം. സഹോദരങ്ങളെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങേ തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങ് ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനിൽ ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാൻ ഇടയാക്കി. ആകയാൽ
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം നന്ദിനുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ അമ്മ ത്രേസ്യായോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചു ത്രേസ്യായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി, ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കൊന്ന് ചേർന്ന് ആലപിക്കാം. തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, തൻ്റെ ജീവനിലേക്കും പങ്കുവയ്പിലേക്കും നമ്മെ ക്ഷണിക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ അങ്ങയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും
എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് നവദർശനവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഫണ്ട് കളക്ട് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അത് ഓൺലൈനായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ഓൺലൈൻ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. സഹായിക്കുവാൻ നമ്മുടെ നവദർശനവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൺവീനേഴ്സുണ്ട്. അവരെ സമീപിക്കേണ്ടതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അടച്ചു തീർക്കുവാനുള്ള ഈ ടൈമിൽ അടച്ചു തീർക്കുവാനുള്ള പൈസ അടച്ചു തീർക്കണം. 6 മാസമെങ്കിലും പണം അടച്ചിരിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. 3600 രൂപ അക്കൗണ്ടിലില്ലാത്തവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുകളയാതെ എത്രയും വേഗം ഇത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരുന്ന 22 മുതൽ 31 വരെ നമ്മുടെ ഇടവകയിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നാം ജപമാല സമർപ്പണം നടത്തുകയാണ്. അവസാനത്തെ 10 ദിവസം സാധാരണ ചെയ്യുന്നത് പോലെ, പക്ഷേ കോവിഡിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് വാട്സാപ്പ് മുഖേന നമ്മുടെ യൂണിറ്റ് ലീഡേഴ്സിനും കുടുംബ യൂണിറ്റുകളിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇത് വായിക്കുക, കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ പറയുന്ന 22 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ അത് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി, തുടർന്ന് ജപമാല. അത് ഓരോ കുടുംബ യൂണിറ്റ് ബ്ലോക്കുകളും ലീഡേഴ്സും അതിന് മുൻഗണന എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത മാസം 2-ാം തീയതി നവംബർ 2 നമ്മിൽ മരിച്ചു പോയിട്ടുള്ള സകലർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനുള്ളൊരു ദിനമാണ്. നമുക്കറിയാം, പ്രത്യേകമായ ഈ സാഹചര്യം ഒരുമിച്ച് കൂടുവാൻ നമ്മെ സഹായിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം മറ്റൊരു രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണത്. 2-ാം തീയതി രാവിലെ 7 മണിക്ക് സെമിത്തേരിയിൽ വൈദികരും ഈ ദിവ്യബലിയുമായി ബന്ധപ്പെട്ട പ്രധാന ആളുകൾ മാത്രം, അത് അറേഞ്ച് ചെയ്യുവാനും പാട്ടിനും മറ്റുമുള്ള ആളുകൾ മാത്രം സെമിത്തേരിയിൽ പ്രവേശിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും വൈദികർ അതിനുശേഷം എല്ലാ കല്ലറകളും പ്രാർത്ഥിച്ച് വെഞ്ചരിക്കുന്നതുമായിരിക്കും. ഓർക്കുക, 2-ാം തീയതി രാവിലെ 7 മണിക്ക്. അതിനുശേഷം ദിവ്യബലിക്കും എല്ലാ കല്ലറകളും പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചതിന് ശേഷം നമ്മൾ സെമിത്തേരിയുടെ ഗേറ്റ് തുറന്നിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. അതിന് മുൻപായിട്ട് 2-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങളുടെ കല്ലറകളും മറ്റിടങ്ങളുമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുവാനും നിങ്ങളുടെ കല്ലറകളൊക്കെ ഒന്ന്
അലങ്കരിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ അത് തലേ ദിവസം തന്നെ ചെയ്തു തീർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകം ഓർക്കുക, ദിവ്യബലി സമയത്ത് ഒരു കാരണവശാലും മറ്റുള്ളവരെ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കുകയില്ല. നിങ്ങൾ ദിവ്യബലിയും മറ്റ് പ്രാർത്ഥനകളും ഓൺലൈനായി ഭവനങ്ങളിൽ നിന്ന് കാണുക. അതിനുശേഷം വന്ന് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളുടെ ലോഗോസ് ക്വിസിൻ്റെ ഒരുക്കമായിട്ടുള്ള ടെസ്റ്റ് ടൈമാണ് 8 മണി മുതൽ 10 മണി വരെ. കഴിഞ്ഞ പ്രാവശ്യം പേര് തന്നതിൽ കുറേ പേര് പരീക്ഷ എഴുതിയില്ല. തോറ്റാലും കുഴപ്പമില്ല, അതിനകത്ത് തോക്കണം. എവിടെ തോറ്റിട്ടാണ് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ പേര് തന്നിട്ടുള്ളവരെല്ലാവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് ആ പരീക്ഷയിൽ പങ്കെടുക്കുക. അതൊന്ന് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, പഠിക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ തോറ്റത് കൊണ്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും 8 മണി മുതൽ 10 മണി വരെ പരീക്ഷാ സമയം 10:15 മുൻപായിട്ട് അതിൻ്റെ ആൻസർ ഷീറ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ കുട്ടികൾ ടീച്ചേഴ്സ് കൊച്ചച്ഛനും മറ്റുള്ളവർ എനിക്കും അയച്ചു തരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുപാടുകൾ നമുക്കറിയാം. കുറേ നാളുകളായിട്ട് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു, ആക്റ്റീവായിരുന്നില്ല. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് മുതൽ നമ്മളത് റീഇൻസ്റ്റോൾ ചെയ്യാനുള്ള പണികളൊക്കെ ഏതാണ്ടൊക്കെ തീർത്ത് ഇന്നലെ വൈകിട്ട് മുതൽ ആക്റ്റീവാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കുറേ കാര്യങ്ങളൊക്കെ പള്ളിമുറ്റത്ത് നടക്കുന്നത് ഈ ദിനങ്ങളിലൊക്കെ രാത്രികളിൽ നിങ്ങൾ വീടുകളിലിരിക്കുന്നവർ അറിയുന്നില്ല. ഇത് പള്ളിമുറ്റത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ബുദ്ധിമുട്ടിൻ്റെയും സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്കറിയാം, അതിന് നടുവിലും ഇത് ചെയ്യാൻ തീരുമാനമെടുത്തത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ ആക്റ്റീവാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡഡ് ആയിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു പോകുന്നവരെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുവാനും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. റെക്കോർഡഡ് ആയിട്ടുള്ളത് കൃത്യമായ തെളിവായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോയി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഇടവകയുടെ പ്രത്യേക നിയോഗത്തിനായുള്ള പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ദിനം തരണമേ. ഞങ്ങളുടെ തെറ്റിനെ അനുസരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രതിമയെ രക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്വസ്ഥമായ ശാന്തമായ ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, ദിവ്യ സോനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. സഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി